പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഇയാൾ താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ കെടുതി മൂലം, ഉരുളുപൊട്ടലും മൂലമൊക്കെ ഒത്തിരിയേറെ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട്, തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്. ഒത്തിരിയേറെ നൊമ്പരത്തോടെ കേൾക്കുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റും. അവിടെയൊക്കെ നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ നീയാണ് ഞങ്ങളുടെ ആശ്രയം, നീയാണ് ഞങ്ങളുടെ ആലംബം, നീയാണ് ഞങ്ങളുടെ കോട്ട, കർത്താവേ നീയാണ് ഞങ്ങളുടെ സങ്കേതം, ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ. കർത്താവേ വേദനിക്കുന്ന എല്ലാ ജനതകളെയും, ഒത്തിരിയേറെ കഷ്ടതകൾ അനുഭവിക്കുന്നവരെല്ലാം നിൻ്റെ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവ് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ, കൃപയുടെ സമയം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ചെലവഴിക്കുകയാണ്. നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് കർത്താവിൻ്റെ കരുണ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നതിനും അത് അനുഭവിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. 57-ാം സങ്കീർത്തനം എൻ്റെ 1-2 വചനങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്: എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. സങ്കീർത്തകൻ്റെ ആ വലിയൊരു മനോഭാവമാണ്. കർത്താവിൻ്റെ കൃപയുടെ ആ വലിയ ചിറകൻ കീഴിൽ, കർത്താവിൻ്റെ ആ കരുണയുടെ ചിറകൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്ന ആ ഒരു വലിയ മനോഭാവം. കർത്താവെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉണർവോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും പല സമയത്തുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്രധാനപ്പെട്ട ഒരു വലിയ പുണ്യമാണ് പ്രത്യാശയെന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതങ്ങൾ പ്രത്യാശഭരിതമാകുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കാൻ തുടങ്ങുമ്പോഴാണ്. നമ്മുടെ ജീവിതങ്ങൾ പ്രത്യാശ നിറഞ്ഞതാകുന്നത്, പ്രതീക്ഷ നിറഞ്ഞതാകുന്നത്, ഉണർവോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട്, കർത്താവേ നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആലംബം, കർത്താവേ നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കേതം, നിന്നിലാണ് ഞങ്ങൾ ആശ്രയം വയ്ക്കുക. ആ ഒരു മനോഭാവത്തോടെ നമുക്ക് കർത്താവിനെ സമീപിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ പറ്റും. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോബിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഒത്തിരിയേറെ സഹനങ്ങൾ ഏറ്റെടുത്ത വ്യക്തിയാണ്. നല്ലവനായിട്ട് ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികമായിട്ട് അവന് സഹിക്കേണ്ടി വന്നത്? മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഹതഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോബ് എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു, ദൈവം ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ
ജീവിക്കാനായിട്ട് പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതം മുഴുവനും ഒരു വലിയ ദുരന്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടാതെ വരും. അതിനുള്ള ഉത്തരം ദൈവം തരുന്നുണ്ട്. പിശാച് അവനെ പരീക്ഷിക്കുവാനായിട്ട് അവൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം അവനൊരു അവസരം കൊടുക്കുകയാണ്. പക്ഷേ എൻ്റെ ദാസനായ ജോബിനെ തൊടാൻ പാടില്ല. വീണ്ടും ആ പരീക്ഷയിൽ അവൻ എപ്രകാരമാണ് വിജയിക്കുന്നത് എന്ന് കാണുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട എല്ലാ കൃപാവരങ്ങളും ജോബിന് നൽകുന്നതായിട്ട് നമ്മൾ ആ ജോബിൻ്റെ പുസ്തകം മുഴുവനും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങൾക്കൊക്കെയുള്ള ഒരു വലിയ ഉത്തരം ജോബിൻ്റെ പുസ്തകം മുഴുവനും വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. പകുതി വായിച്ചിട്ട് മാനുഷികമായ അർത്ഥതലങ്ങളിലൂടെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കും നമ്മൾ കടന്നു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ലെന്ന് വരും. വീണ്ടും നമ്മൾ കാണുന്ന 4-ാമത്തെ അധ്യായത്തിൽ, ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അവൻ്റെ കൂട്ടുകാരനായ എലിഫാസ് അവൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കാലിടറിയവരെ നിന്റെ വാക്കുകൾ കൊണ്ട് നീ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്ത് പകർന്നു. ഇത്രയും കാര്യങ്ങൾ ജോബിനെ കുറിച്ച് പറയാം. കാരണം ജോബിൻ്റെ ജീവിതം എപ്രകാരം നന്മയുള്ളൊരു ജീവിതമായിരുന്നു, മറ്റുള്ളവരെ എപ്രകാരം സഹായിക്കുവാനായിട്ട് മാറ്റിവെച്ച ജീവിതമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും എലിഫാസ് ജോബിനോട് പറയുന്നതാണ്, നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി, അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായിത്തീർന്നു, നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ. എലിഫാസ് ജോബിൻ്റെ കൂട്ടുകാരൻ ജോബിൻ്റെ അടുത്ത് അവൻ്റെ കഷ്ടതയിലെ സമയത്ത് അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന കാര്യമാണ്, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത്, പക്ഷെ നിന്റെ ജീവിതത്തിലേക്ക് ഇത് വന്നപ്പോൾ നീ എന്തിനാണ് ഇത്രമാത്രം പരിഭ്രാന്തനാകുന്നത്? ഒത്തിരിയേറെ ആളുകളെ സഹായിക്കുവാനായിട്ട് തീരുമാനമെടുത്തവനാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം വന്നു കഴിയുമ്പോൾ നിന്റെ ഉപദേശങ്ങളൊക്കെ എവിടെ പോയി? നിന്റെ ദൈവഭക്തി എവിടെ പോയി? വീണ്ടും ജോബിനെ യഥാർത്ഥത്തിലുള്ള ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജോബ് വലിയ ഒരു തീക്ഷ്ണതയോടെ പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ ദൈവം അറിയാതെയല്ല, എന്നെ പരിപാലിക്കുന്ന ദൈവം അറിയാതെയല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളും ജോബിനെ പോലെ പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുക. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ഞാൻ കടന്നു പോകുന്ന വേദനകൾ, ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുമായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കുമായിരിക്കും, പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ ഒരു തടസ്സമോ ഒക്കെ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയോ കടന്നു വരുമ്പോൾ തകർന്നു പോകുന്നവനല്ല ഞാൻ, മറിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറണം. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് വചനം നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു വലിയ പ്രത്യാശയോടെ എന്നെ വഴി നടത്തുന്ന ദൈവം എൻ്റെ ജീവിതത്തെ പരിപാലിക്കും. എൻ്റെ കൂടെ ദൈവമുണ്ട്. ഓരോ പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാലും അത്രമാത്രം വേദനകൾ അനുഭവിച്ച മറ്റു വ്യക്തിത്വങ്ങൾ വേറെയില്ല. ജെറമിയ പ്രവാചകൻ്റെ ജീവിത കഥയൊന്നും നമ്മൾ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം കഷ്ടതകളും ദുരിതങ്ങളും പീഡനങ്ങളുമാണ് ആ പ്രവാചകൻ ഏറ്റെടുക്കുക. പക്ഷേ അതൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ആ ഒരു വലിയ ദൂത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് അവന് തീരുമാനമെടുത്തു. അതിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും, നമ്മുടെ മനോഭാവങ്ങൾ മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ പ്രവർത്തികൾ പോലും അതിനാൽ സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് ആ ഒരു വലിയ മനോഭാവത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന കരുണയുടെ ആ ഒരു വലിയ കടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്ന കരുണയുടെ കടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന
നല്ല തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പൂർണ്ണമായ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ കെടുതി മൂലം ഒത്തിരിയേറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്, കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്, വീടും പരിസരവും ഒക്കെ ഒലിച്ചു പോയവരുണ്ട്, തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്. വേദനിക്കുന്നവരോട് ചേർന്ന് നമുക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ നാടിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവെ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു, കർത്താവെ, ഞാനങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കും. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും, നമ്മൾ കടന്നു പോകുന്ന ഓരോ മേഖലകളെയും കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിന് കീഴിൽ സമർപ്പിക്കും. കുടുംബത്തെയും നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കും. ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ദൈവത്തോട് വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ നാടിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവിനെ നാശനഷ്ടങ്ങളിലൂടെ ഞങ്ങളുടെ നാടിനെ നയിക്കരുതേ, നാടിനെ കാത്തുപരിപാലിക്കണമേ എന്ന് നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ നാടിൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ കരുണയുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് കർത്താവെ, ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും